ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൊച്ചൊരു വീഡിയോസുമായിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ എപ്പോഴും എല്ലാവരും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ ഇപ്പം 100% ആൾക്കാരെ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, അതിനകത്ത് ഒരു 95% ആൾക്കാർക്കെങ്കിലും പിന്നെ എത്ര സന്തോഷമായിട്ട് എത്ര സമ്പത്ത് കൂടിയിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരു ചെറിയ വിഷമങ്ങളൊക്കെ കാണത്തില്ലേ. അതുപോലെയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ കേട്ടോ. അപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, എൻ്റെ ഇന്നിപ്പം ഞാൻ ഇരുന്ന് സംസാരിക്കുന്നു, നാളെ ഈ സമയത്തോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാകുമോ ഒരു ഉറപ്പ് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല കേട്ടോ. മനുഷ്യൻ്റെ ജീവിതമെല്ലാം അങ്ങനെയാണ് കേട്ടോ. പക്ഷേ ഇതൊന്നും ആരും ആലോചിക്കത്തില്ല കേട്ടോ. എല്ലാവരും ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമുണ്ട്. കുറച്ച് പേര്, എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, കുറച്ച് പേര് അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമുണ്ട് കേട്ടോ. ഞാൻ വലിയ സമ്പത്തുള്ളതാണ്, എനിക്ക് അയ്യേ നമ്മളെ അങ്ങ് വെറും ചില ആൾക്കാരെ ആണെങ്കിൽ അങ്ങ് വെറും പുച്ഛത്തോടെ കാണുന്ന വലിയ വലിയ ടീം, കുറേ ഹൈ ക്ലാസ് എന്ന് പറയുന്ന കുറേ ടീമൊക്കെ ഉണ്ടല്ലോ. അവർ നാളെ വിചാരിക്കുന്നില്ല ഈ നമ്മളെല്ലാവരും ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരായാലും എല്ലാവരും ഒരു മണ്ണിനകത്തോട്ടാണ് ചേരുന്നത്. അതല്ലാതെ കണ്ട് ആരും പിന്നെ ഇതെല്ലാം കൊണ്ട് ഈ സമ്പാദിച്ചു കൂട്ടുന്ന എല്ലാം കൊണ്ടും അങ്ങ് മുകളോട്ട് പോകത്തില്ല. എല്ലാവരെയും മണ്ണിനകത്ത് കറക്റ്റായിട്ടുള്ള കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടാണ് മണ്ണിനകത്താണ് എല്ലാവരും ഇഴുകി ചേരുന്നത് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്തായിരിക്കും? നമ്മൾ ആത്മഹത്യയെക്കുറിച്ചായിരിക്കും നമ്മൾ ആദ്യമേ ചിന്തിക്കുന്നത് ഇല്ലേ. ഞാനും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരി ഒന്നുമില്ലെങ്കിലും 1-2 പ്രാവശ്യം കുറച്ച് പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമുക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, നമ്മൾ ആദ്യം നോക്കുന്നതെന്ന് വെച്ചാൽ ആത്മഹത്യയുടെ ഒരു രീതിയായിരുന്നു. അത് എന്ന് പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു പവർ നമുക്കില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഈ ആത്മഹത്യ, അത് വെറും മണ്ടത്തരമാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. വെറും മണ്ടത്തരം എന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് നമ്മുടെ കാര്യങ്ങൾ മാത്രമേ ഓർക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനുണ്ട്. നമ്മുടെ മക്കളായാലും നമ്മുടെ വീട്ടുകാരായാലും നമ്മുടെ മിത്രങ്ങളായാലും അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോഴൊന്നും നമ്മൾ ഈ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല കേട്ടോ. ഞാനത് എല്ലാവരോടും പറയുകയാണ്. എങ്ങനെയായാലും നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ആരുടെ മുമ്പിലായി നമ്മളത് വാശിയോടെ എടുത്ത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പം 4 പേരുണ്ടെന്ന് വെച്ചോ, ഈ 4 പേരുടെ സ്വഭാവം 4 രീതിയിലാണ് കേട്ടോ. ഇപ്പം 4 പേരുടെ സ്വഭാവം ഇപ്പം എൻ്റെ കൂട്ടുള്ള സ്വഭാവം ആയിരിക്കത്തില്ല എൻ്റെ മക്കളുടേതായാലും ഹസ്ബൻഡിലായാലും ആരുടെയും നമ്മുടെ കൂട്ടുള്ളതായിരിക്കത്തില്ല. നമ്മളെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലെല്ലാം നമ്മൾ സന്തോഷം കണ്ടെത്തുക. ഇന്ന് നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്നതിൽ നമ്മളൊരു സന്തോഷം കണ്ടെത്തുക. നമ്മൾ ഇന്നത്തേക്കുള്ള കാര്യങ്ങൾ നാളെ എനിക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നാളത്തേക്കായിട്ട് നമ്മളൊന്നും മാറ്റി വെക്കരുത്. അത് ഒരു കാരണവശാലും നമ്മൾ നാളത്തേക്കായിട്ട് ഒരു കാര്യങ്ങളും മാറ്റി വെക്കരുത്. ഇന്നിപ്പം നമുക്ക് നമ്മുടെ വീട്ടുകാരെ ഒന്ന് സന്തോഷമായിട്ട് നമ്മളെല്ലാവരോടും സന്തോഷമായിട്ടും നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അതേ റെസ്പെക്റ്റും കാര്യങ്ങളും അവർ നമുക്കും തരും. അതുപോലെ തന്നെയാണ് നമുക്ക് സന്തോഷമായിട്ട് എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ മാത്രം നമ്മൾ സന്തോഷമായിട്ട് ചെയ്ത് തീർക്കാൻ നോക്കുക. കാരണം നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ നിമിഷത്തിനപ്പുറം നമ്മൾ ആരൊക്കെ ഉണ്ട്, എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ പോലും നമ്മൾ ഉണ്ട്, അടുത്തത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും നമുക്കറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അല്ലേ. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ. അപ്പം നമ്മൾ ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴായിട്ട് ചെയ്ത് തീർക്കുക. അതുപോലെ തന്നെ നമ്മൾ നമുക്കായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. കാരണം എന്ന് പറയാനാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഇപ്പം എന്നെപ്പോലുള്ള നമ്മൾ സാധാ ഒരു വീട്ടമ്മമാരല്ലേ, നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടി മക്കൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് എന്താണ് ലാസ്റ്റ് ഉണ്ടാകുന്നത്? ഇപ്പം നമ്മൾ മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നോക്കി മക്കളെ എന്നും പറഞ്ഞുകൊണ്ടെല്ലാം ജീവിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഈ മക്കൾ ഇപ്പം എല്ലായിടും നടക്കുന്ന പൊതുവെയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പം പറയുന്നത് കേട്ടോ. ഈ മക്കൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർ അവരുടേതായിട്ടുള്ള കുടുംബജീവിതം രീതിയിൽ നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു കുടുംബജീവിതം ഉണ്ട്. അപ്പോഴും നമ്മൾ വിചാരിക്കും, ദൈവമേ ഞാൻ ആ സമയത്ത് എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചില്ലല്ലോ, എനിക്ക് വേണ്ടി ഞാൻ ഒരു സന്തോഷവും ഞാൻ ചെയ്തില്ലല്ലോ, എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചതേ ഇല്ലല്ലോ, എല്ലാം എൻ്റെ മക്കൾക്ക് ഇല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, അങ്ങനെ ഒരു ലെവലിൽ നമ്മൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് വേണ്ടി ജീവിക്കണം, നമുക്ക് വേണ്ടി ഒരു ശകല സമയം നമ്മൾ മാറ്റി വെച്ചിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കേൾക്കാനോ, ജോലികളെല്ലാം ഒതുങ്ങി അയച്ചു നേരം നമുക്ക് വേണ്ടി മാറ്റി വെച്ച് ഇഷ്ടമുള്ള മ്യൂസിക് കേൾക്കാനോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്കൊന്ന് റിലാക്സ് ആയിട്ട് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് ഇരുത്തി നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതൊന്ന് ഇരിക്കുക. എനിക്ക് ഇന്നത് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടങ്ങളുണ്ട്, ആ ഇഷ്ടങ്ങൾ ഞാൻ ഇരിച്ചു നേരം ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെ ആരും നമ്മുടെ സ്വാതന്ത്ര്യത്തെ ആരും പിടിച്ചു മേടിക്കത്തില്ല.
നമ്മളതായിട്ട് ഒരു ശകലം നേരം നമ്മളൊന്ന് എൻജോയ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മളൊന്ന് ഇരുന്ന് നോക്കുക. നമുക്കതിനകത്ത് ഭയങ്കരമായിട്ട് നമ്മൾ സന്തോഷം നമ്മൾ കണ്ടെത്തിയിരിക്കും. നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് അല്ലേ. ഞാനുണ്ടല്ലോ ഫ്രണ്ട്സ്, ഞാൻ കായംകുളക്കാരിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഓച്ചിറ അമ്പലത്തിൽ ഞങ്ങൾ സ്ഥിരം പോകുന്നതാണ്. ഓച്ചിറ അമ്പലം കായംകുളം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ കായംകുളം അല്ല, നമ്മൾ ഓച്ചിറയ്ക്കും കായംകുളത്തിന് ഇടയ്ക്ക് ായിട്ടാണ് നമ്മൾ കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓച്ചിറ പോയി ദീപാരാധന സമയത്ത് ഒരു ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു, ഞങ്ങളിങ്ങനെ ഓച്ചിറ പോയിട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ എല്ലാം തൊഴുതുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും കൂടി ഓടി പോകുന്നുണ്ട്. അപ്പോൾ ഒരു അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കത്തില്ലല്ലോ. അപ്പം ദീപാരാധന സമയത്ത് പക്ഷേ എന്താ പ്രശ്നം എന്ന്, പോലീസുകാരും ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. ഇടയ്ക്കൂടെ ഞൊത്ത് കയറി നമ്മൾ ചെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുവാ, ആ അമ്മയെ അവരുടെ മക്കൾ കൊണ്ടുവന്ന് അമ്പലത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട്, അമ്മ ഇവിടെ ഇരിക്കും, ഞങ്ങൾ തൊഴുതട്ട് വരാം എന്ന് പറഞ്ഞാൽ അമ്മ തൊഴുതട്ട് വരുന്ന സമയം കൊണ്ട് അവർ തൊഴുതട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ കടന്നു കളഞ്ഞ്. അതിന് അതിൻ്റെ ഭാരവാഹികൾ പോലീസുകാരെ വിളിച്ച് വരുത്തി അവരുടെ തള്ളയെ ഏൽപ്പിക്കുന്ന ആ രംഗമാണ് നമ്മൾ ചെല്ലുന്നത്. നമ്മൾ എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചറിയുമ്പോഴിങ്ങനെ അങ്ങനെ ഒരുപാട് കേസ് കെട്ടുകൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആ അമ്മയെ കണ്ടാലുണ്ടല്ലോ നല്ല ചന്ദ്രൻ ഉദിച്ച് വരുന്നത് പോലെ ഇരിക്കുന്ന നല്ല ഒരു അമ്മയാട്ടോ. അതുപോലെയൊക്കെയുള്ള അമ്മമാരെയൊക്കെ ഉണ്ടല്ലോ, എന്തുമാത്രം കഷ്ടപ്പെട്ട ആ അമ്മമാർ ആ മക്കളെ വളർത്തുന്നത്. ആ മക്കൾ ഒരു നേരത്തെ ഇല്ലെങ്കിൽ കുറച്ച് നാളത്തെ ഒരു ഇതിന് വേണ്ടി ആ അമ്മമാരെ കൊണ്ട് കളയുന്ന ആ ഒരു രംഗം നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ മതി കേട്ടോ. അതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ നമുക്ക് എന്തോരം വിഷമം നമ്മുടെ മനസ്സിലുണ്ടാകുന്നതെന്ന് അറിയാമോ. നമ്മുടെ ആരുമല്ല, പക്ഷേ എന്നാലും നമ്മളത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് നമുക്കുണ്ടാകുന്നത് കേട്ടോ. അവിടെ നിന്നവരൊക്കെ എന്തോരം തെറികൾ വരെയാണ് ആ മോനെ വിളിച്ചെന്നറിയോ. അതും നല്ല ഗെറ്റപ്പിൽ വന്നിറങ്ങുന്ന സ്വർണ്ണമൊക്കെ ഇട്ട് മൂടിയ ഭാര്യയും മക്കളും അതേ രീതിയിൽ ആ അമ്മയുടെ ശരീരത്തുകൊണ്ട് അത്യാവശ്യം സ്വർണ്ണങ്ങൾ. എന്തിനാണ് ആ അമ്മ ഇങ്ങനെ അനാഥയെ പോലെ ഇങ്ങനെ ഉപേക്ഷിച്ച് കളയുന്നത്? അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയിട്ടില്ല. ആ അമ്മ ആ മക്കളെന്ന് പറഞ്ഞിട്ട് ജീവിച്ച ഒരമ്മയായിരിക്കും. ആ അമ്മയെ ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് വേണ്ടി കുറച്ച് നമുക്ക് ആരെയും ഇപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റും. നമുക്ക് വേണ്ടി കുറച്ചൊക്കെ നമ്മളെ സ്നേഹിക്കുക, നമുക്ക് വേണ്ടി കുറച്ച് സമയങ്ങൾ കണ്ടെത്തുക, നമുക്കൊരു സന്തോഷമുള്ള നമുക്ക് സന്തോഷമായിട്ടിരിക്കണം എപ്പോഴും. നാളത്തെ കാര്യം നമ്മൾ ചിന്തിക്കരുത്. ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊന്നും എടുത്ത് നമ്മളെ തലയിൽ വെക്കാതെ കണ്ട് നമ്മൾ കുറച്ച് നല്ല റിലാക്സ് ആയിട്ട് നമ്മളങ്ങ് പോവുക, അത്രയേ ഉള്ളൂ കേട്ടോ.